ഹൃദയമൊഴികളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ചിന്ത നമുക്കും ഒരു സ്വാധീനത ശക്തിയായി തീരാൻ കഴിയും. ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ കല്ലുകളും ശവങ്ങളും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? അല്പമെങ്കിലും നന്മയുടെ കണിക ഉള്ളിലുള്ള, അല്പമെങ്കിലും വീണ്ടും വിചാരമുള്ള ഒരു വ്യക്തിയെങ്കിൽ ഈ വാക്കുകളുടെ ഘനവും മൂല്യവും അങ്ങനെയുള്ളവരിൽ സ്വാധീനത ചെലുത്താതിരിക്കില്ല. ഭാരമുള്ള ഒരു വസ്തു വെള്ളത്തിൽ വീഴുമ്പോൾ ഓളങ്ങളുണ്ടാകുന്നത് പോലെ ചിലരുടെ വാക്കുകൾ ഉള്ളിൽ എന്നും ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ ശക്തിയുടെ സ്വാധീനത തീരും വരെ ആ പ്രക്രിയ തുടരും നിശ്ചയം. ഇതുപോലെ ചില മനുഷ്യരുടെ വാക്കുകൾ എന്നും സമൂഹത്തിനും മനുഷ്യ മനസ്സുകളിലും ചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ വാക്കുകളാകാം, എഴുത്തുകളാകാം, പ്രവൃത്തികളാകാം, സ്വഭാവം, മഹിമകളാകാം, പെരുമാറ്റ ശൈലികളാകാം, സ്നേഹത്തോടെയുള്ള പെരുമാറ്റങ്ങളാകാം, ഇടപെടലുകളാകാം മറ്റുള്ളവരിൽ സ്വാധീനത ചെലുത്തിയിട്ടുള്ളത്. സ്നേഹിതരെ, സ്വാമി വിവേകാനന്ദൻ എത്രയോ അർത്ഥവത്തായ കാര്യമാണല്ലേ. നാം കേവലമാർക്കും പ്രയോജനമില്ലാത്ത കല്ലുകളെപ്പോലെയാണോ? മാർദ്ദവമില്ലാത്തവരാണോ? മുറിവേൽപ്പിക്കുന്നവരാണോ? അനങ്ങാപ്പാറം നയം നമ്മുടെ മുഖമുദ്രയാക്കിയവരാണോ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന ചൊല്ലുപോലെ നിഷ്ക്രിയമായ ഒരു ജീവിതമാണോ നമ്മുടേത്? നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും സംഭാവനകൾ നൽകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിയുമോ? ജാതിയും മതവും നിറവും കൊടിയും ഒന്നും നോക്കാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അണ്ണാൻ കുഞ്ഞും തന്നാലായതെന്ന് ചൊല്ലുപോലെ നമ്മൾ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ നൽകി കടന്നു പോയാൽ അങ്ങനെയുള്ളവരെ കാലത്തിന് മറവിയുടെ മാറാപ്പുകൾ കൊണ്ട് മൂടി മറയ്ക്കാൻ കഴിയില്ലെന്നുള്ളത് സത്യമാണ്, ചരിത്രമാണ്. കാലം അവരെ ഓർത്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ളവരിൽ ഏറ്റവും ഉന്നത സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല കേട്ടോ. എങ്കിലും ഞാനിവിടെ പറയട്ടെ, കൊടും പാപികളെയും അശരണരെയും ആലംബഹീനരെയും യഹൂദനെയും വിജാതീയനെയും ലോകത്തിലുള്ള സകല മാനവനെയും ഒരുപോലെ സ്നേഹത്തിൻ്റെ കൊടുക്കീഴിൽ ചേർത്ത് പിടിച്ച ഒരുവനെയുള്ളൂ. അവിടുന്നാണ് ശ്രീ യേശു. നന്മ ചെയ്ത് നാടായി ഓടി നടന്നവൻ, വിശക്കുന്നവൻ അപ്പമായി അവിടുന്ന്, കൊടുംവെയിലിൽ തണലായി, ബലഹീനതയിൽ ശക്തിയായി, രോഗക്കിടക്കയിൽ വൈദ്യനായി, സൗഖ്യദായകനായി, മരണത്തിൽ ജീവനായി, ദുഃഖത്തിൽ ആശ്വാസമായി, മുറിവുകളിൽ എണ്ണയായി, കണ്ണുനീർ താഴ്വരയിൽ കണ്ണുനീരൊപ്പുന്നവനായി കൂടെ വരുന്നവനാണ് ഈ യേശു. ജീവിത ലക്ഷ്യം നഷ്ടപ്പെട്ടവന് ലക്ഷ്യബോധം നൽകുന്നവൻ, ജീവിതത്തിൽ നിരാശയുടെ പടുകുഴിയിൽ ആണ്ടുകിടക്കുന്നവൻ ആശയും പ്രത്യാശയും നൽകി കരം പിടിച്ചുയർത്തുന്നവൻ. ഏതാഴക്കുഴിയിൽ താണുപോയാലും അവിടുന്ന് കരം പിടിച്ചുയർത്തുവാൻ കഴിവുള്ള ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവിടുന്ന് ഈ ലോകത്തിൽ വന്ന് തൻ്റെ ജീവിത ലക്ഷ്യവും ദൗത്യം പൂർത്തീകരിച്ച് ക്രൂശിൽ പിടഞ്ഞു മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട 3-ാം ദിവസം അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റവനാണ് അവിടുന്ന്. ഇന്നും കോടാനുകോടികളുടെ ഹൃദയത്തിൽ രാജാവായി അവിടുന്ന് വാഴുകയാണ്. അനേകരുടെ ഉള്ളങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ചലിപ്പിക്കുന്ന ഒരു ശക്തിയായി ഇന്നും യേശു ജീവിക്കുന്നു. അവിടുത്തെ ഉപദേശങ്ങൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ ത്യാഗം, ഇതെല്ലാം മനുഷ്യന് മറക്കാൻ കഴിയില്ല കേട്ടോ. പ്രിയ സ്നേഹിതരെ, ലോകത്തിലെ സമുന്നതരായ വ്യക്തികൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങൾക്ക് എത്ര ശ്രേഷ്ഠത നൽകിയിട്ടുണ്ടെന്നറിയാം. അവൻ ജീവിതത്തിൽ എത്രയധികം അതിന് പ്രമുഖ സ്ഥാനം കൊടുത്തിട്ടുണ്ടെന്നറിയാമോ? അതെ, യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ എന്നും ചലനങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. അതെ, അവിടുത്തെ ഉപദേശം, പ്രവൃത്തികൾ, ജീവിതം, ക്രൂശിലെ മരണം, ഉയർപ്പ്, അതെന്നും മനുഷ്യനിൽ ചലനങ്ങൾ ഉളവാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. കാലചരിത്രത്തിൻ്റെ നടുവിൽ, ലോകചരിത്രത്തിൻ്റെ നടുവിൽ ഇതുപോലെ ഇടം നേടിയ മറ്റാരുണ്ട്? ലോകചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി വലിച്ച് ചിന്തിയെറിഞ്ഞ് അതിൻ്റെ നടുവിൽ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഒഴിവാക്കിക്കൊണ്ട് ലോകചരിത്രത്തിനും നിലനിൽപ്പില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്നുള്ളത് സത്യമാണ്. അങ്ങനെയെങ്കിൽ ആ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന, ആ യേശു ക്രിസ്തുവിൻ്റെ ജീവിതം സമർപ്പിക്കുന്ന ഒരുവനും കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ഈ സമൂഹത്തിൽ ഒരു സ്വാധീനത ശക്തിയായി മാറുവാൻ കഴിയും നിശ്ചയം. അതിനായി നിങ്ങളുടെ ദൈവം സഹകരിക്കട്ടെ.
ഞങ്ങളെ ശക്തീകരിക്കണം വാക്കോടെ വിരമിക്കുന്നു. പരിശുദ്ധ ദൈവമേ, ഈ ലഘു സന്ദേശം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളൊക്കെ ഈ സമൂഹത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രയോജനമുള്ളവരെ, ആർക്കെങ്കിലുമൊക്കെ പ്രയോജനമുള്ളവരായി തീരുവാൻ, ഒരു സ്വാധീനത ശക്തിയായി മാറുവാൻ കൃപ നൽകണം. യേശുവിൻ നാമത്തിൽ തന്നെ. ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഈ സന്ദേശം അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവരിലും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ വിനീതമായി അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.